ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ മന്ത്രി ഹനീഫ് അബ്ബാസി 130 ആണവായുധങ്ങളും മിസൈലുകളും ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ മന്ത്രി ഹനീഫ് അബ്ബാസിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജലവിതരണം നിർത്തിയാൽ യുദ്ധത്തിന് തയ്യാറെടുക്കും. വ്യോമ അതിർത്തി അടച്ചിടൽ പാകിസ്ഥാൻ തുടർന്നാൽ ഇന്ത്യൻ വിമാന കമ്പനികൾ തകരുമെന്നും പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതുകൊണ്ട് പാകിസ്ഥാനിലെ ജലവിതരണം നിർത്താൻ ഇന്ത്യ ധൈര്യപ്പെട്ടാൽ അതൊരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്ന് അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ലെന്നും അവയുടെ സ്ഥാനങ്ങൾ രാജ്യത്തുടനീളം ഒളിഞ്ഞിരിക്കുന്നുവെന്നും പ്രകോപനമുണ്ടായാൽ ആക്രമിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അവർ നമുക്കുള്ള ജലവിതരണം നിർത്തിയാൽ അവർ ഒരു യുദ്ധത്തിന് തയ്യാറാകണം. നമ്മുടെ കൈവശമുള്ള സൈനിക ഉപകരണങ്ങൾ മിസൈലുകൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല. രാജ്യത്തുടനീളം നമ്മുടെ ആണവായുധങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അവയെല്ലാം നിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. പാക് മന്ത്രി മുന്നറിയിപ്പ് നൽകി. 29 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നിരവധി പ്രത്യാക്രമണങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 1960 സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനും പാകിസ്ഥാൻ പൗരന്മാർക്കായിട്ടുള്ള എല്ലാ വിസകളും റദ്ദാക്കാനുമുള്ള തീരുമാനം ഇന്ത്യ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഭയപ്പെട്ടിട്ടുള്ള ഇത്തരം കീലേരി അച്ചുചമ്മയിലുണ്ടായത്. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമ അതിർത്തി അടച്ചിട്ടതിനെ തുടർന്നുണ്ടായ തടസ്സത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട് മന്ത്രി. വെറും 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമയാനത്തിൽ അത് സൃഷ്ടിച്ച കുഴപ്പങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതുപോലെ കാര്യങ്ങൾ 10 ദിവസം കൂടി തുടർന്നാൽ ഇന്ത്യയിലെ വിമാന കമ്പനികൾ പാപ്പരാകുമെന്ന് അബ്ബാസി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ പ്രത്യാഘാതങ്ങൾക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അതിനെതിരെ സ്വീകരിക്കുന്ന ഏത് സാമ്പത്തിക നടപടികളെയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ ഭിന്നത രൂക്ഷമാകുകയാണ്. ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ. ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കണം എന്നാണ് നിർദ്ദേശം. അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണം. ഇതും അറിയിപ്പിലുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതടക്കം വിഷയങ്ങളിൽ ഉടൻ ഉന്നത തലത്തിൽ കൂടിയാലോചനയുണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചതായിട്ടാണ് വിവരം. ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരവും അന്വേഷണവും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ പങ്കിലേക്ക് തന്നെയാണ്. ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരം ഇപ്പോൾ പുറത്തു വന്നതും പാകിസ്ഥാന്റെ ബന്ധം സ്ഥിരീകരിച്ച രൂപത്തിലേക്ക് തന്നെയാണ്. ലോക നേതാക്കളുമായി ആശയവിനിമയത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. വിദേശകാര്യ മന്ത്രാലയവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ മറ്റു രാജ്യങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും വിട്ടുകൊടുക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ സർക്കാർ ഇന്ന് യോഗം ചേർന്ന് ചർച്ച ചെയ്യും. വിസ റദ്ദാക്കിയ സാഹചര്യത്തിൽ പാകിസ്ഥാനി പൗരന്മാർ മടങ്ങുന്നത് നിരീക്ഷിക്കാൻ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ഇതിനിടെ സൗദിയുടെ ഇടപെടൽ നടന്നതിന്റെ സൂചനയും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. സൗദി വിദേശകാര്യമന്ത്രി 2 രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചു. കരസേനാ മേധാവി ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 2 രാജ്യങ്ങളും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ്. അതിർത്തിയിൽ റെയിൽവേ അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ഫോടനമുണ്ടാകാനുള്ള സാധ്യത, വിനോദസഞ്ചാരികൾക്ക് ഭീഷണി, കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടായി. പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന ഭീഷണി ഇന്റലിജൻസ് റിപ്പോർട്ടിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഭീകരാക്രമണ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നത് പറയാതെ വയ്യ. ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ അധീന കാശ്മീരിൽ നിന്നുള്ള ഭീകരവാദികളിൽ ഒരാൾ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നതാണ് ഈ വിപത്ത് ക്ഷണിച്ചു വരുത്തിയത്. സീസണിൽ ഏതാണ്ട് ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് പഹൽഗാം. പഹൽഗാമിലെ ബൈസറൺ പുൽമേട്ടിൽ ഒരു സുരക്ഷാ ഭടനെ പോലും കേന്ദ്ര സർക്കാർ വിന്യസിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ശക്തമാകുന്നു. ഭീകരാക്രമണം ഉണ്ടായ ചൊവ്വാഴ്ച പഹൽഗാം മുതൽ
ബൈസരൺ വരെയുള്ള 7 കിലോമീറ്ററിൽ ഒരു സുരക്ഷാ ഭടനെ പോലും കണ്ടില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോലീസ് പിക്കറ്റുകളോ കേന്ദ്രസേനയുടെ ക്യാമ്പുകളോ ദുർഘടമായിട്ടുള്ള പാതയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അത് ഭീകരർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. പലവട്ടം ബൈസരൺ പുൽമേട്ടിൽ നിരീക്ഷണം നടത്തിയ ശേഷമാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന റിപ്പോർട്ടുണ്ട്. പൈൻ കാടുകളിൽ നിന്ന് ബൈസരൺ പുൽമേട്ടിലേക്ക് കടന്ന ഭീകരർ അരമണിക്കൂറോളം വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തു. തുടർന്ന് കാടുകളിലേക്ക് പിൻവാങ്ങിയ അനായാസം രക്ഷപ്പെട്ടു. സൈനികരുടെ അഭാവം രക്ഷാപ്രവർത്തനത്തെയും ബാധിച്ചു. ആക്രമണമുണ്ടായി 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത്. ദുർഘടമായിട്ടുള്ള പാതയിലൂടെ കുതിരപ്പുറത്തോ നടന്നോ മാത്രമാണ് പഹൽഗാമിൽ നിന്ന് ബൈസറണിൽ എത്താൻ സാധിക്കുന്നത്. യാത്രയ്ക്ക് 1.5 മണിക്കൂറെങ്കിലും ദൈർഘ്യവുമുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റും അതുപോലെ ഇന്ത്യ സന്ദർശിക്കുന്ന സമയമായിട്ടുകൂടി ഭീകരാക്രമണ സാധ്യതയുള്ള മേഖലകൾ മനസ്സിലാക്കി സുരക്ഷ ഒരുക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടു. 2000 അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച ഘട്ടത്തിൽ കാശ്മീരിലെ ഛത്തീസ്ഗഡ് പുരയിൽ ഭീകരർ 35 സിഖ് വംശജരെ കൊലപ്പെടുത്തിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം പ്രധാന നേതാക്കളെല്ലാം രാജ്യം സന്ദർശിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കാറുണ്ട്. അതും ഇത്തവണയുണ്ടായില്ല. പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കാശ്മീരിൽ നിന്നും ഭീകരവാദികൾക്ക് യഥാസമയം വിവരങ്ങളും സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭിച്ചു എന്നും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിശീലനം ലഭിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിവിലും കുറവായതും എന്നാൽ ആക്രമണം ഉണ്ടായാൽ ജീവഹാനി ഏറെ ഉണ്ടാകാനും സാധ്യതയുള്ള ബൈസരൺ തെരഞ്ഞെടുത്തതിലും വരെ പാകിസ്ഥാൻ തന്ത്രമുണ്ട് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണം നടത്താനെത്തിയ ഭീകരർ ധരിച്ചിരുന്ന ഹെൽമറ്റോ ക്യാമറ ഘടിപ്പിച്ചിരുന്നതായിരുന്നു എന്നും വിനോദസഞ്ചാരികളെ കൊല്ലുന്നതിന്റെയും ആളുകളിൽ ഭീതി നിറയ്ക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പകർത്താൻ കരുതിക്കൂട്ടി ഉപയോഗിച്ചതാണിതെന്നും മറ്റ് ഭീകര സംഘടനകൾക്ക് ഇത് ദൃശ്യങ്ങൾ കൈമാറാനും ഭീകരർക്ക് പദ്ധതിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നെന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നുണ്ട്. ഭീകരാക്രമണം നടത്തിയ സംഘത്തിൽ 4-5 പേരുണ്ടായിരുന്നു എന്നതാണ് ദൃക്സാക്ഷിയായ പ്രാദേശിക ടൂർ ഗൈഡിന്റെ മൊഴി. പാർക്കിന്റെ 3 ഭാഗത്ത് നിന്നായിട്ടാണ് ഭീകരർ പുൽമേട്ടിലേക്ക് കടന്നത്. ആളുകളുടെ പേര് ചോദിച്ചതിന് പിന്നാലെ വെടിയുതിർക്കുകയായിരുന്നു എന്ന് മൊഴിയിൽ വിശദീകരിക്കുന്നു. മുതിർന്ന ലഷ്കർ കമാൻഡറായ ഖാലിദ് എന്നറിയപ്പെടുന്ന സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. പാകിസ്ഥാനിലെ ഗുജ്റൻവാലയിൽ ഇരുന്നാണ് സൈഫുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുക്കും. രാജ്യം ഭീകരതയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കില്ലെന്നും ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്നും അമിത്ഷാ പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദി സൗദിയിലായിരുന്നപ്പോൾ ഉണ്ടായ ആക്രമണം കരുതിക്കൂട്ടി തന്നെയാണ്. മുസ്ലിം രാജ്യമായ സൗദി ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നതിനുള്ള അസഹിഷ്ണുത തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ഓപ്പ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ള സമയത്ത് നടന്ന ആക്രമണവും കരുതിക്കൂട്ടി തന്നെയാണ്. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് ആ ആക്രമണത്തിൽ ചൈനയ്ക്കുള്ള പങ്കും. അമേരിക്കയ്ക്കൊപ്പമോ അതിലധികമോ പ്രാധാന്യം ചൈന ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നേരിടേണ്ടി വന്ന ദുരന്തത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി സഹതപിക്കുന്നതായും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചത് ആത്മാർത്ഥമല്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പാകിസ്ഥാന് പിന്നിൽ ചൈനീസ് പിന്തുണയുണ്ടാകാമെന്ന വാദം ശക്തമാകുന്നു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ യുദ്ധമോഹമാണ് എന്ന ചർച്ചയാണ് സജീവമാകുന്നത്. 2ാം ലോക മഹായുദ്ധം തുടങ്ങാൻ പ്രേരകമായിട്ടുള്ള പോളണ്ട് ആക്രമണം പോലെ ഒന്ന് പ്രതീക്ഷിക്കണം എന്ന വിലയിരുത്തൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സജീവമാണ്. ജപ്പാനെയും അമേരിക്കയെയും ശത്രു രാജ്യങ്ങളുമായി പ്രഖ്യാപിച്ചിട്ടുള്ള ചൈനീസ് നീക്കത്തിൽ പലവിധ സംശയങ്ങളും ഉയരുന്നുണ്ട്. തായ്വാൻ അധിനിവേശത്തിന് ചൈന ഒരുങ്ങുന്നതായിട്ട് അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് മാനങ്ങൾ ഏറെയാണ് എന്ന് വിലയിരുത്തൽ. അമേരിക്കയെയും ജപ്പാനെയും ശത്രുക്കളായി ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളുമായി ഇന്ന് നല്ല ബന്ധത്തിലാണ് ഇന്ത്യ. ഈ സാഹചര്യത്തിലാണോ പഹൽഗാമിലെ ആക്രമണം എന്നും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈനയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പഹൽഗാമിൽ നടന്നതും ചൈനയുടെ പിന്തുണയോടുകൂടിയാകാം എന്നാണ് ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദി.